ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5:30 കേട്ടോ. എനിക്കിന്ന് കേക്കിൻ്റെ ഒരു വർക്കുണ്ട്. അപ്പോൾ കേക്കിൻ്റെ വർക്കും കിച്ചണിലെ കാര്യങ്ങളും മോൻ്റെ കാര്യങ്ങളും എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. അങ്ങനെ രാവിലെ 5:30 എണീച്ച് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആക്കി വെച്ച് ഹസ്ബൻഡ് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് തിരിച്ചു പോകേണ്ട ദിവസമായതുകൊണ്ട് ചോറ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പൊതിച്ചോറ് കെട്ടാന്ന് വെച്ചാൽ അങ്ങനെ ചോറും കാബേജ് വറവും പിന്നെ ചമ്മന്തിയും വെളുത്തുള്ളി അച്ചാറാണ് ഞാൻ പൊതിച്ചോറിൽ കെട്ടി വെച്ചത്. പിന്നീട് കറീൻ്റെ കൂട്ടത്തിൽ സാമ്പാറും പിന്നെ തലേന്നേറ്റ വറ്റിച്ച മീൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ആളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് മോൻ്റെ ലഞ്ച് ബോക്സ് ആൾക്കിന്ന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. അങ്ങനെ 3 ഇഡ്ഡലി സാമ്പാറും പിന്നെ സ്നാക്സ് ബോക്സിനായിട്ട് മുന്തിരിങ്ങ പച്ചയും കറുപ്പും ചേർന്ന മുന്തിരിങ്ങ മിക്സ് ആയിട്ട് കൊടുക്കുക ചെയ്തത്. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ആളേതാ കുളിപ്പിച്ച് റെഡിയാക്കി യൂണിഫോമൊക്കെ ഇടിയിച്ചു, ഐക്കാർഡൊക്കെ ഇടിച്ചു. ആളുടെ പ്രത്യേകമുള്ളൊരു സ്വഭാവമാണിത്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ ടി വിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് കസേര വെച്ചിട്ട് ഇരിക്കും. അങ്ങനെ പിടിച്ചു മാറ്റി ബാക്കിലേക്ക് ഇരുത്തിച്ചിട്ടാണ് ഞാൻ ഈ ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു, ഷൂ ഒക്കെ പോളിഷ് ചെയ്തത് മോനെ സ്കൂളിൽ വിട്ടു. ഇപ്പോൾ ഏകദേശം ഒരു ടൈം 9 മണിയായിട്ടുണ്ടാവും. അങ്ങനെ ആൾ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷമാണ് എനിക്ക് നെക്സ്റ്റ് പരിപാടി. ഒരു 9 മണി ആയതിന് ശേഷം നെക്സ്റ്റ് പരിപാടിയും കിച്ചണും പിന്നെ ബെഡ്റൂമും ഒക്കെ വൃത്തിയാക്കണം. എന്നിട്ട് അടിച്ച് വാങ്ങണം, എന്നിട്ട് അലക്കണം. ഇത്രയും പണികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം, എന്നിട്ട് വേണം കേക്കിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാൻ. ഈ കേക്കിൻ്റെ വർക്ക് എപ്പോഴും ചെയ്യുന്നത് ഞാൻ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേക്കിൻ്റെ വർക്കിലേക്ക് കിടക്കൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പണികൾ പിന്നീട് ബാക്കിയായിരിക്കും. കേക്കിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേക്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ. ബാക്കി എല്ലാ ജോലികളും അവിടെ പെൻഡിങ് ആവും. ഇതിപ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. എല്ലാ ഹോം ബേക്കേഴ്സും ഇങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, അടിച്ചൊക്കെ വാരി. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ കസേര നാല് വശത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അയാളെല്ലാം പിടിച്ചിട്ട് മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി എന്നിട്ട് വേണേൽ എനിക്ക് അലക്കാൻ പോയാൽ. ഇങ്ങനെ 2 ബെഡ്റൂമുകളും ഒക്കെ ക്ലീനാക്കി വെച്ച്. ഈ ആൺകുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് എല്ലാ ടോയ്സും കാറും വണ്ടികളുടെ കൂട്ടത്തിൽ തന്നെ പലതരം സൈസ് വണ്ടികളുണ്ടാവും, ഓരോ മൂലക്കുണ്ടാവും. എല്ലാ ആൺകുട്ടികളുടെ സ്വഭാവം ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ അതൊക്കെ അടുക്കി പെറുക്കി വെച്ചു. എൻ്റെ അലക്കും കഴിഞ്ഞു നേരെ ഞാൻ വീട്ടിലേക്ക് കയറി. എന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടാവും. അപ്പോൾ 9:30ക്കുള്ളിൽ എൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു. ചോറും കറിയും എല്ലാം ഉച്ചക്കേക്കുള്ളതും രാത്രിക്കുള്ള എല്ലാം ആക്കി കഴിഞ്ഞു. ഞാൻ ഈ കേക്കിൻ്റെ വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു റഫായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ഓർമ്മയുണ്ടെങ്കിൽ ഞാനത് വരച്ച് വെക്കും. പെട്ടെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ എല്ലാ കസ്റ്റമർക്കും ഓരോരോ വെറൈറ്റി കേക്ക് കൊടുക്കണം എന്നാണ്. ചെയ്ത വർക്ക് തന്നെ കൊടുക്കാൻ നമ്മൾ ഹോം ബേക്കേഴ്സിന് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോരോ വെറൈറ്റി കേക്ക് ഡിസൈൻ ആക്കണം എന്ന് ചോദിച്ചാൽ ഞാനൊരു റഫായിട്ട് ഒരു ഡയറി ഉണ്ട്. അതിന് കേക്ക് മേക്കിങ്ങിന് മാത്രമായിട്ട് ഞാനൊരു ഡയറി എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് എനിക്ക് തോന്നുന്ന ഒരു ഡിസൈൻ ഞാൻ വരച്ചു വെക്കും. ഈ കേക്ക് ഓർഡർ വന്നത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വർക്കാണ് ഞാൻ ഈ കേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു മോള് എന്ന് വെച്ചാൽ എൻ്റെ നെയ്ബറാണ് ആൾ വിളിച്ച് പറഞ്ഞു, ആൻറ്റി ഞാൻ മെസ്സേജ് അയച്ച കാര്യം ആൻറ്റി അമ്മയോട് പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പയുടെ ബർത്ത്ഡേ ആണ് നാളെ, എനിക്കൊരു കേക്ക് വേണം, ആൻറ്റി എങ്ങനെയെങ്കിലും സർപ്രൈസായിട്ട് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞു. ഈ ഓർഡർ കേട്ടപാടെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം കുഞ്ഞുങ്ങൾ അപ്പയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ അച്ഛനും അമ്മക്കും ഇങ്ങനൊരു മോളെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു വെറൈറ്റി കേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വർക്കാണ് ഞാനിത്. ചോക്ലേറ്റ് ഡെക്കറേഷൻ നമ്മുടെ ബട്ടർ പേപ്പറിലാക്കിയിട്ട് ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. ഞാൻ ഇത് യൂട്യൂബിൽ മാത്രമേ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടിട്ടുള്ളൂ. ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് സക്സസ് ആയിന്.